الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്ത് യാസീൻ 13 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പുതിയ പാഠമായി പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. വദ്ദുരിബ് ലഹും, വദ്ദുരിബ്, ഇവിടെ ദ്വാദ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. ദ്വാദ് അതിൻ്റെ ശരിയായ മഖ്റജിൽ നിന്ന് തന്നെ ഇസ്തിത്വാല എന്ന സിഫത്ത് പ്രത്യേകമായി നൽകപ്പെടുന്ന അക്ഷരം കൂടിയായ ദ്വാദിനെ വ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ട്, എന്നാൽ അതിന് വദുരീബ് എന്നൊരു ഖൽഖല വരാതെ സൂക്ഷിക്കണം. എന്നാൽ ശേഷം ബാ സുക്കൂൻ നൽകപ്പെട്ടതായിട്ടുണ്ട്, അതിന് ഖൽഖല നൽകുകയും വേണം, ഖൽഖല സുഗ്റ. അപ്പോൾ വദ്ദുരിബ് ലഹും മസല, ലഹും എന്ന സക്കിനായ മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം മിസ്ലൈനി സഗീർ. ലഹും മസലൻ അസ്ഹാബ, മസലൻ എന്നതിലെ തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. അസ്ഹാബൽ ഖർയ, ഇവിടെ അസ്ഹാബ് സ്വാദിന് തഫ്ഖീമുണ്ട്. ഖാഫ് റാ രണ്ടക്ഷരങ്ങളും തഫ്ഖീം നൽകി തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ടതാണ്. എന്നാൽ മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ സൂക്ഷിക്കുക. അസ്ഹാബൽ ഖർയതി, അൽ ഖർയതി ഇദ് ജാഅഹൽ മുർസലൂൻ. ഇദ് എന്നത് ഇദ് ജാഅ എന്നായി പോകരുത്. ഇദ് എന്ന് അയവോടുകൂടി റഖാവത്തോടുകൂടി ദാലിനെ വ്യക്തമാക്കി ഉച്ചരിക്കുക. ജാഅ ഈ പദത്തിലെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഇദ് ജാഅഹൽ മുർസലൂൻ, അൽ മുർ എന്ന് പറയുമ്പോൾ റായിനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച് ഉച്ചരിക്കുക. വീണ്ടും ഇദ് അർസൽന, ദാല് നേരത്തെ സൂചിപ്പിച്ച പോലെ. അതുപോലെ അർസൽന, റായിന് തഫ്ഖീം കൊടുക്കുക. റായിലും റഖാവത്തിൻ്റെ അക്ഷരമാണ്. അർസൽന എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. അർസൽന ഇലൈഹിം ഉസ്നൈൻ. അർസൽന ഈ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇലൈഹിം ഉസ്നൈനി ഫകദ്ദബൂഹുമാ, ഇസ്നൈനി ഫകദ്ദബൂഹുമാ, ദാല് ഇതൊക്കെ വ്യക്തമായി ശ്രദ്ധിച്ച് അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. ഫഅസ്സസ്ന, ഈ പദത്തിൽ ഐന് സായ് എന്നീ അക്ഷരങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഫഅസ്സസ്ന ബിസാലിസിൻ ഫഖാലൂ, ബിസാലിസിൻ ശരിയായ വിധത്തിൽ ഉച്ചരിക്കുക. ബിസാലിസിൻ എന്ന തൻവീനിന് ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ബിസാലിസിൻ ഫഖാലൂ, ഫഖാലൂ എന്ന വാവിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. അതുപോലെ തന്നെ ഇന്ന ഇലൈക്കും, നൂൻ മുഷദ്ദദ ഷദ് നൽകപ്പെട്ട നൂനിനെ മണിക്കുകയും അതിൻ്റെ അലിഫിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ മുൻഫസിലിൻ്റെ ഈ ദീർഘങ്ങളെ
ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇന്നാ ഇലൈക്കും മുർസലൂൻ. ഇലൈക്കും സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം മിസ്ലൈനി സഗീർ. മുർസലൂൻ റായിന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ചത്. ഖാലൂ മാ അൻതും. ഖാഫിനും അലിഫിനും തഫ്ഖീമുണ്ട്. മേലെ ഫഖാലു അവിടെയും ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല ഖാഫും ഖാലു എന്ന് പറയുമ്പോൾ ഖാഫ് അലിഫ് രണ്ടിനും തഫ്ഖീം പൂർണ്ണമായും നൽകുക. മാ അൻതും. മാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ്. അൻതും ഇല്ല. അൻതും സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കണം. സാക്കിന മീം വരുന്നു, ഇൽഹാർ ഷഫവിയാണ്. മാ അൻതും ഇല്ല ബശറും മിസ്ലുന. തൻവീനിനെ പൂർണ്ണമായും ഇദ്ഗാം ബിഗുന്ന കാമിൽ ചെയ്ത് മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. വമാ അൻസല റഹ്മാനു. അലിഫിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അൻസല സക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കണം. വമാ അൻസല റഹ്മാനു മിൻ ശൈഇ. അർ-റഹ്മാൻ റായിന് തഫ്ഖീം പൂർണ്ണമായി നൽകുക, ഹാ വ്യക്തമാക്കുക. ശരിയായ അതിൻ്റെ മഖ്റജിൽ നിന്ന് തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഉച്ചരിക്കുക. മിൻ ഷൈഇൻ അവിടെ സാക്കിന നൂനിനെ ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിക്കണം. മിൻ ഷൈഇൻ ഇല്ല. മിൻ ഷൈഇൻ ഇൻ അൻതും. മിൻ ഷൈഇൻ ഇൻ അൻതും അവിടെ രണ്ട് ഇൽഹാറുകൾ. ഒന്ന് തൻവീനിൻ്റെ ഇൽഹാർ, രണ്ട് ഇൻ എന്ന സാക്കിന നൂനിൻ്റെ ഇൽഹാർ. ഇൽഹാർ ഹൽക്കിയാണ്. രണ്ടും വ്യക്തമാക്കി വെളിവാക്കി മണിക്കാതെ ഉച്ചരിക്കുക. അൻതും സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി മറച്ചു മണിച്ചോതുക. അന്ത്യത്തിൽ പദത്തിൽ വന്ന സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി. ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ. ഹംസകളൊക്കെയും വ്യക്തമാക്കി ശിദ്ദത്തോടെ ഉച്ചരിക്കണം. തക്ദിബൂൻ കാഫിന് ഹംസ് വ്യക്തമാക്കി നൽകി ഉച്ചരിക്കുക. ഖാലൂ റബ്ബുന. ഖാലൂ ഖാഫും അലിഫും തഫ്ഖീമാണ്, തടിപ്പിച്ചോദനം. റബ്ബുന റായിനും തഫ്ഖീം, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരരുത്. യഅലമു ഐന് സൂക്ഷിച്ചോതുക. ഇന്നാ ഇലൈക്കും. നൂൻ മുശദ്ദദ ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. ഇന്ന അലിഫിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇന്ന ഇലൈക്കും ലമുർസലൂൻ. ഇലൈക്കും സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ലമുർസലൂൻ റായിന് തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ചോതുക. വമാ അലൈനാ ഇവിടെയും മദ് മുൻഫസിൽ ജായിസ് നൽകി അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ. ഇല്ലൽ ബലാഗുൽ മുബീൻ ഗൈന് തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم.
واضرب لهم مثلا أصحاب القرية جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين الحمد لله